വെൽക്കം ബാക്ക് ടു മീ ടോക്സ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രോ ദ ലോഗോ ചാലഞ്ച്. ഡ്രോ ദ ലോഗോ ലവറാണ് കേട്ടേ. നീ എന്താ കേട്ടെ? അപ്പൊ അമ്മ ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ A4 ഷീറ്റ്, പെൻസിൽ ആൻഡ് റൈറ്റിംഗ് പാഡ് എല്ലാം തന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ബൗളും കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, പേപ്പർ. ഓക്കെ, അതിലാണ് പറഞ്ഞ ഐഡിയ ഉണ്ട്. ആൻഡ് ഗൈസ് ഓക്കെ, ഇന്നത്തെ നമ്മുടെ ചാലഞ്ചിൽ നമ്മുടെ വിശിഷ്ട അതിഥി കടന്നു വന്നിട്ടുണ്ട്. കിച്ചുവേട്ടൻ കമന്റ് ബോക്സിൽ എടുത്ത കിച്ചുവേട്ടനാണ് ഇതാ. ഇത് കിച്ചുവേട്ടൻ അല്ല, കിച്ചുവേട്ടന് നീട്ടുണ്ട് ഇങ്ങനെ. കിച്ചുവേട്ടാ നാളെ വരുന്ന ഗൈസ് ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ലാഗൻ ഇവിടെ നമ്മുടെ ചാലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ലാഗ, ഇവിടെ ലാഗ് ആവരുത് കേട്ടല്ലേ? അത് പറയാൻ പറ്റില്ല. ആണ് നീ ഫുൾ വീഡിയോ എല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്? ഇതുവരെ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ മാത്രം നിങ്ങൾ ഈ ലാഗൻ ചേട്ടൻ ഫുഡ് ചാലഞ്ച്, പിസ്സ ഈറ്റിംഗ് ചാലഞ്ച് അതിലുണ്ടായിരുന്നു. പിസ്സ ചാലഞ്ചിന് വന്നതിന് ശേഷം ഇപ്പോഴാണ് അത് 2-3 മാസത്തിന് ശേഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് പറയാം. ഡ്രോ ദ ലോഗോ. അപ്പോ ഗൈസ് ഇതിൽ കുറെ സബ്ജക്റ്റുകളുണ്ട്. സബ്ജക്റ്റ് അല്ല, ലോഗോ ബ്രാൻഡുകളുടെ പേര് ഇതിലുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഒരെണ്ണെടുക്കും, എന്നിട്ട് നോക്കും ആ ഒരു ലോഗോ ആണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, ലോഗോ ഇതിനകത്ത് ഉണ്ടാവും. ലോഗോ അതിനകത്ത് ലോഗോ അതിനകത്ത് ഉണ്ടാവില്ല, അതിന് പേരേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എഡ്വിൻ BCB എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അതിൽ എഡ്വിൻ BCB എന്നാണ് എഴുതിയിട്ടുണ്ടാവില്ല. എഡ്വിൻ BCBയുടെ ചാനൽ ലോഗോ അപ്പൊ അത്രയൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ എന്ത് ലോഗോ ആണ് കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം. ഗൈസ് അതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുറക്കാം. വേറെ ആണോ? അവനെടുത്തോണ്ടാണോ? പൊട്ട സാധനം. ജെംസ് മറ്റേ മുട്ടായില്ലേ? ജെംസ് മുട്ടായി. ഓക്കെ, ജെംസ് മുട്ടായിന്റെ ലോഗോ ആണ് നമ്മൾ വരക്കേണ്ടത്. ജെംസ് മുട്ടായി ലോഗോ ഉണ്ടോ? മുട്ടായി വരച്ചേക്ക്. നീ വരച്ചേക്ക്. ഓരോ കളറിലായിക്കണം കേട്ടോ, പെൻസിൽ കൊണ്ട്. എന്നെ വേണ്ടി പറഞ്ഞാലും ജെംസിന്റെ ലോഗോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാക്കറ്റ് മാത്രം ഓർമ്മയുള്ളൂ. ഇനിയിപ്പോ എല്ലാവരും ഒരേപോലെ ഇരിക്കും, കാരണം ഒരാളെ നോക്കിയിട്ടാണ് വരക്കുന്നത്. ആരും കാണിച്ചു കൊടുക്കരുത്. നോക്കി വരക്കുന്ന സമയമുണ്ട്. സമയം പറയാൻ പറഞ്ഞു. ഒരു റൗണ്ടിൽ നമ്മൾ 2 വീഡിയോ സമയം കൊടുക്കുക. അതിനുള്ളിൽ വരച്ചു തീർക്കണം. ഓക്കെ, സമയം തീർന്നു. എന്താ അവന്റെ നോക്ക്? നീ നോക്കണ ഗൈസ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലും നമുക്കൊരു ഡിസൈനിൽ വരാം. അയ്യോ നോക്കുന്നു. ഫോണ്ടൊന്നും കറക്റ്റ് ആകണമെന്നില്ല എഴുതുന്നതിന്റെ. എഴുതുന്നതിനൊരു ഫോണ്ട് ഉണ്ടല്ലോ, ഇറ്റാലിയൻ, റോമൻ. അതല്ലേ എടാ അതാണല്ലേ. എനിക്ക് അത് എങ്ങനെ ഇരിക്കണമെന്ന് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം തട്ടിക്കൂട്ടി വരച്ചിട്ടുണ്ട്. ഗൈസ് അപ്പൊ എത്ര സെക്കൻഡ് ഉണ്ടോ? കഴിഞ്ഞ സമയം ഓക്കെ. അപ്പോൾ ഗൈസ് ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി വരച്ചത് ആർക്കാണ് അവരായിരിക്കും വിന്നർ. ഓക്കെ, സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും. കാണിച്ചു കൊടുക്കാം, എന്നിട്ട് ആരാണ് വിന്നർ നമുക്ക് നോക്കാം. ആരാണ് കൃത്യമായിട്ട് ശരിക്കും വരണം നോക്കാം. ഗൈസ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ആരാണ് ഈ റൗണ്ടിൽ വിൻ ചെയ്യുന്നത് അവർക്ക് ജെംസ് മുട്ടായി കിട്ടും. സത്യമായിട്ടും കിട്ടും. കാണിച്ചു കൊടുക്കും. കൊള്ളാമോ? നീ എന്താ പറഞ്ഞ? കള്ള അല്ല, ഇങ്ങനെയാണ്. അതാണ് ലോഗോ ബ്രോ. ലോഗോയുടെ നെയിമല്ലേ? അല്ലല്ല, ലാഗിന്റെ ഏറ്റവും ഇതായത് സിമിലർ വരുന്ന ലാഗിന്റെ അല്ലേ? കാഡ്ബറി എഴുതിണ്ട്, അതുപോലത്തെ ജെംസ് എഴുതില്ല. എന്റെ ജെംസ് മാത്രം വന്നിട്ടുള്ളൂ, കാഡ്ബറി എഴുതിയില്ല. ജെംസ് അല്ല, ജെംസാ. ഓ, ഇത് വെച്ചാൽ അമീബയാ. അതെന്താ ബാക്ടീരിയ ആണോ? അവിടെ നോട്ടെ. ഓ, അല്ലെങ്കിൽ ആൾക്കാർ ഇതെന്താ ജെംസ് വരച്ച് വെച്ചോ? അവിടെ ആർക്കുമില്ല. ഇല്ലല്ല, ലാഗിന്റെ സെയിം പോകുന്നുണ്ട് അല്ലേ? എനിക്കറിഞ്ഞൂടാ ബ്രോ. ഇതിനകത്ത് കാഡ്ബറീസ് ഇല്ല. ലാഗിന്റെ അല്ലേ? ഈ സ്മോൾ ലെറ്റർ ആയിരുന്നു. പിന്നെ അതൊക്കെ വെച്ചത് അതൊക്കെ നോക്കിട്ട് ഫസ്റ്റ് സെക്കൻഡ് തീരുമാനിക്കുന്നേ. ക്യാപിറ്റലാ എല്ലാം കേട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടില് അവിടെ ഇല്ല.
സീനിയേഴ്സിനൊക്കെ വെട്ടിച്ച് ജൂനിയർ കയറി. ഗായ്സ് അപ്പോ നമ്മുടെ ലാഗിനാണ് വിന്നർ ആയിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ. ബ്രോ അടിപൊളി 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 ബ്രോ അടിപൊളി. അത് കാഡ്ബറീസ് ജെംസ് കണ്ട് കഴിഞ്ഞാൽ തോലൊക്കെ കടിക്കും. പിന്നെ നിങ്ങളുടെ അത്ര ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് വിന്നറിനുള്ള പ്രൈസ് നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. ബ്രോ കൊടുക്കുന്നേ ഒരെണ്ണം മതി. സോ ഇതാ കണ്ടോ നിങ്ങൾ ലോഗോ ഉണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ. ഇങ്ങനെ നോക്കിയാൽ കണ്ണിന് കാഴ്ച കുറവില്ല. ഇങ്ങനെ നോക്കിയാൽ അപ്പോ സമ്മാനദാന ചടങ്ങിലേക്ക് കിടക്കുന്നത്. സമ്മാനദാന ചടങ്ങിലേക്ക് ബ്രോ ഇത് ബ്രോക്ക് ഇപ്പൊ തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ വേറെ കാര്യം വേറെ ആർക്കും കൊടുക്കും. കന്നി സമ്മാനമാണ്. ഓക്കെ വേറെ ആർക്കും കൊടുക്കരുത്. ബ്രോ ആണ് ജയിച്ചത് കേട്ടല്ലോ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 ശക്തികളും വരും തട്ടിപ്പറിക്കാൻ. ശരിയല്ലേ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന മലല്ലേ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ മതി. ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റത്തെ ചലഞ്ച് അല്ലെന്നാ. വേണ്ട 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 വേണ്ട. ഇത് ഞങ്ങൾ എന്താ പട്ടിയാ നിങ്ങൾ താഴത്തേക്ക് ഇട്ടേ. ബ്രോക്ക് വേണ്ടി വേണ്ട. അതിന്റെ കൊടുക്കണ്ട കൊടുത്തപ്പോ എന്താ പറഞ്ഞ പട്ടിയാണോ? ഫസ്റ്റത്തെ ചലഞ്ച് അല്ലേ. ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കേട്ടിട്ട് അപ്പൊ കളി എങ്ങനെ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രോ ദ ലോക ചാലഞ്ചില് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ലാഗന്റെ കന്നി മത്സരമായിരുന്നു. സോറി കന്നി വിജയമായിരുന്നു. ഓക്കെ എന്താ ഐറ്റം എന്ന് അറിയില്ല. അപ്പൊ ഇതിലാണ് നമ്മുടെ ലോഗോ ഉള്ളത്. എടുത്തോ എന്റെ പൊന്നോ. ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം വരച്ച ബാക്കിയുള്ള റൗണ്ടിലേക്കുള്ള ഐറ്റംസ് ആണ് അതൊക്കെ. ലാസ ഐസ്ക്രീം ഇല്ലേ? ഞാനത് ഓർക്കുന്ന പോലും ലാസ ഐസ്ക്രീമാടാ. അത് ഓക്കെ ലോഗോടെ കാര്യം. ലാസ ഐസ്ക്രീം കേട്ടില്ല. ലാസ ഐസ്ക്രീം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമാണ്. ഐസ്ക്രീമാണ്. പക്ഷെ അതിന്റെ ലോഗോ ഇവിടെ മനസ്സിലോട്ടങ്ങ് ചാർലിക്ക് കിട്ടി തോന്നുന്നു. ചാർലി ഐസ്ക്രീം ഇഷ്ടമാണോടാ? ഐസ്ക്രീം ഇഷ്ടമാണോ? അത് ലാസ ഐസ്ക്രീമിന്റെ ഇത്ര പോകുന്നൊരു പെട്ടിയാണെങ്കിലോ മെമ്മറി നടക്കട്ടെ. അത് നട്ട്സും ബദാമും അതൊക്കെ ഇട്ട സാധനമാണെങ്കിലോ അയ്യോ എനിക്കറിയില്ലല്ലോ. കൊതിപ്പിച്ച് കൊടുന്നകളയല്ല കിടന്നാളയല്ലേ പറ്റുള്ളൂ. ഇനി എല്ലാരും അങ്ങോട്ട് നോക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കാണ്ട് ഞാൻ തെറ്റിച്ച് കിടന്നു നോക്കും. ഊഹാഭോവം വെച്ചിട്ട് വരക്കലാണ് നടക്കുള്ളൂ ഗൈസ്. കാരണം ഇതിന്റെ ലോകം നമ്മൾ ഓർത്ത് വെക്കലില്ല, തിന്നലേ ഉള്ളൂ, ഓർക്കാറില്ല. അതെ, പാക്കറ്റ് കിട്ടുമ്പോൾ പൊളിക്കുന്നു മാത്രമേ ഉള്ളൂ. I like your taste in tunes and everything you ooze. The tempo of your beat, you bleed a melody no one can control. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കൂട്ടത്തിലെ ഒരു പ്രിയപ്പെട്ട ആൾക്ക് ഞാൻ ആ സാധനം കൊടുക്കുന്നതായിരിക്കും. കാരണം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഐസ്ക്രീം ആയിരിക്കുമല്ലോ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ കൂട്ടത്തിലെ ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് ഞാൻ എൻ്റെ ആ ഐസ്ക്രീം ഫുള്ള് തിന്നാൻ കൊടുക്കും. സമയം പെൻഡോ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ലോഗോ ഷോ ഓഫ് ചെയ്യാം, നമ്മുടെ ക്രൂവിന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, കാണിച്ചു കൊടുക്കൂ എല്ലാവരും, കാണിച്ചു കൊടുക്കും. ഐസ്ക്രീം വെച്ചേക്കുന്ന ഐസ്ക്രീമാ ചാലിനോടാ. ഞാൻ ചാലിനാണെങ്കിൽ അതിന് ഞാൻ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ചത്താലും ഞാൻ സമ്മതിക്കൂല. കാരണം എന്താ പിന്നെ വെറുതെ അങ്ങനെ എഴുതിട്ട് പേര് ഏതാ നോക്കട്ടെ, കാണിക്ക്. ചാലിൽ ഞാൻ കണ്ടില്ല. അത് അതിലെങ്ങനെയാ ശരിക്കുള്ള ലോഗോ? അല്ല ശരിക്കും ലോഗോയില് ഒരു ഇതുണ്ട്, ടിക്കറ്റ്. ഇതിൽ ആരിന്റെ സെയിം? സെയിം ഒന്നുമല്ല. ഉള്ളതിൽ ഏറ്റവും നല്ലതായിരുന്നു നോക്ക്, അല്ലാതെ അതേപോലെ പഠിച്ച എന്റെയാ തെറ്റിപ്പോയത് അല്ലാണ്ട് പിടിച്ച് വലിച്ച് നീട്ടി താഴേക്കാക്കിയതാ. ഓക്കെ, അപ്പൊ വിന്നർ ആയിരുന്നാ? വിന്നർ ആരാ? റാഷിക് ഡി ബി വിന്നർ ആയിരുന്നല്ലോ. അയ്യോ, ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയല്ലോ. ഇത് തെറ്റിയത് ഇത് തെറ്റാണ്, പക്ഷെ ഉള്ളതിലായിട്ടും നല്ലത് ഇതാണ്. അതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ഞാൻ ഇച്ചിരി വലുതായിട്ട് വരച്ചെന്നേ ഉള്ളു. ഞാനൊരു കാര്യം പറയട്ടെ, മായിച്ചാണല്ലേ എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ചലഞ്ചല്ലോ. നിന്റെ കഴിവ് എന്താടാ പറ. 1 മിനിറ്റിൽ 100 റീല് കാണുന്നതോ? അതിന് പറ്റിയ ചലഞ്ച് ടിക്ടോക്സിൽ ഇല്ല പോലെ. അറിയാൻ കഴിവ് അതല്ല. അയ്യേ. അപ്പൊ എന്തായാലും വിന്നറിനുള്ള സമ്മാനം. പക്ഷെ ഈ സാധനം ഇല്ലേ, ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ അതല്ല. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഐസ്ക്രീം തിന്നാത്തോണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഈ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ഒരാൾക്ക് ജിം പാർട്ട്ണർ. അത് ശരിയാണ്, ജിം പാർട്ണറാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെ, എല്ലാവരും പ്രിയപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഐസ്ക്രീം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട
ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് അത് കൊടുക്കുന്നതായിരിക്കും. അലിഞ്ഞു പോയാ പ്രിയപ്പെട്ട ആൾക്ക് എനിക്ക് അന്നാ ഞാനത് സിപ്പപ്പ് ആക്കിക്കോളാം. ഓക്കെ. സോ എന്റെ പ്രിയപ്പെട്ട ആൾക്ക് അത് കയ്യിൽ വെച്ച് കൊടുക്കാം. കയ്യിൽ കൂടെ ആയാലോ? ഈ കയ്യിൽ വെച്ചോ. കയ്യിലൊന്നും വെച്ചിട്ടുണ്ടോ? വായിൽ വെച്ചെന്നാ മതിയോ? അതാണോ അവന് പ്രിയപ്പെട്ടതാവുന്ന? പ്രിയപ്പെട്ട ഇതിപ്പോ ആർക്ക് കൊടുക്കും ഞാൻ? ഇതെന്താ പ്രാർത്ഥിക്കണ? മേലെ കുടിച്ചോ? അയ്യോ എന്റെ ജിം പാർട്ണർ. എടാ നമ്മൾ ജിമ്മന്മാർ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതില് മറ്റേ ഷുഗർ ഉണ്ട്, ഷുഗർ അതുകൊണ്ടല്ലേ എനിക്ക് തരാണ്ടിരുന്നത്. ടെലിഗ്രാമിൽ വെച്ച് വിളിക്കാം. സീരിയസ്ലി ഞാൻ ഐസ്ക്രീം കഴിക്കില്ല, അതുകൊണ്ടാണ്. പെട്ടി കൂടെ ഉണ്ട്. താങ്ക്സ്. അതുകൊണ്ടാണ് കൊടുത്തത് ഗൈസ്. ഓക്കെ, ഇത് വേറെ. അപ്പോ നിനക്ക് കിട്ടുന്ന സാധനം എനിക്ക് തരണം. ഓക്കെ, ഡീല്. ബ്രോ അയ്യോ കാടി പോകുന്നില്ല. അയ്യോ ബക്കറി പിടിക്കടാ. കൈ വെക്ക് ഓളത്തുനിന്ന് കൈയെടുത്തോ. സോറി. അയ്യോ കറങ്ങി പോകുന്നു. തോളന്ന് കൈ എടുത്താണ്. നമ്മള് ജിമ്മന്മാര് ഷുഗർ കട്ട് ഒരു സീനുണ്ട്. ചാർലിച്ചന്റെ പ്രിയപ്പെട്ടത് ഞാനാ. ആണോ? അതിവിടെ ഇല്ല. അതിവിടെ ഇല്ലല്ലോ. വീഡിയോ വരുമ്പോ റീലിറങ്ങും. അതാണ് പേടി. ബ്രോ പൊട്ടി ആ കഴിക്കേ. കൊടുക്കല. അതാ പേനല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഗൈസ് ഓക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ടില് നമ്മുടെ ചാർലിയുടെ ഐസ്ക്രീം തീറ്റ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മൂന്നാമത്തെ റൗണ്ടിൽ ബൗൾ ഇവിടെ ഉണ്ട്. ഇനി 3 പേപ്പറും കൂടി ഉള്ളു. ബാക്കി 3 പേപ്പറും കൂടി ഉള്ളു. എങ്കിലും എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് കിട്ടട്ടെ. എന്തായാലും അവന് ബാക്കിയുള്ള ബാക്കിയുണ്ടായിട്ട് കാര്യമില്ല. വരച്ച് അതേപോലെ ഇരുന്നാലേ കിട്ടുള്ളൂ. കറക്റ്റാ. അയ്യോ ഓറിയോ എങ്ങനെയായിരുന്നു? ഓറിയോ വട്ടം ബിസ്ക്കറ്റോ? ഗൈസ് ഓക്കെ, ഞാനൊരു ട്രൈ ചെയ്തോ. ചാർലി ബ്രോ കാണിച്ചു തരോ? എന്ത് ബ്രോണ്ട് തെറ്റിയതൊന്നും വായിക്കുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്. 30 സെക്കൻഡിൽ ആരൊക്കെ വിറക്കുമെന്ന് നമുക്ക് നോക്കാം. ഗൈസ് ഇനി നമ്മുടെ അയ്യടാ എന്റെ തെറ്റായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് ഇനി 2 സാധനങ്ങളുള്ളൂ കേട്ടോ. 2 സാധനം കൂടെ ഉള്ളേ. ഏനാ ചാർലിന്റെ കൈനോ? സമയം കഴിഞ്ഞോ? ഓക്കെ, പെന്നില്ല, പെൻസിൽ ഡൗൺ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് 3, 2 എന്ന് പറയുമ്പോൾ പൊക്കിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കാം. ഓക്കെ, ക്രൂന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നോക്കട്ടാ എല്ലാരും. ഇവന് ഇതൊക്കെ കാണാപ്പാടാ തോന്നുന്നുണ്ട് കേട്ടോ. ഓരോ അതുപോലെ നോക്കട്ടെ കാണിക്ക്. എടാ അല്ലല്ല, ഇത് വീണ്ടും സാമ്യം അവന്റെ ആണോ വന്നിട്ടില്ലേ? ഇത് ചാർലിന്റെ ആണ്. ചാർലിന്റെ സന്നിന്റെ ആണെങ്കിൽ അല്ലല്ല, നിന്റെ പിന്നെ വ്യത്യാസം. ഔട്ട്ലൈൻ എന്ത് നിന്റെ കാണിച്ചേ? അടിപൊളി. 144p പോലെ ഇരിക്കുന്നത്. ഇത് പിന്നെ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കാഴ്ചയൊക്കെ ചാർലിയാണ് ബെറ്റർ ആയിട്ട് വരാനുള്ളത്. നോക്കട്ടാ, നല്ല രസമുണ്ട് കേട്ടോ. ഓരോന്ന് ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു നമ്മുടെ ഓരോ റൗണ്ടിൽ നമ്മുടെ ചാർലിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചാർലിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാം. ഗൈസ് അപ്പൊ പ്രൈസ് കൊടുക്കാം. ബ്രോ സംഭവിച്ചു. ബ്രോ തന്നെയാണ് ബ്രോ. 2 കൈ നീട്ടി സ്വീകരിക്കും. സമ്മാനം എങ്ങനെയാണ്? ഓക്കെ, ഇക്കിളിയാക്കി കിട്ടും. ഐസ്ക്രീം ഒക്കെ തന്നായിരുന്നു. ഒരു അടി തരാൻ തോന്നുന്നുണ്ട്. അതെ, കൊടുക്ക്. ഐസ്ക്രീം ഒക്കെ തന്നായിരുന്നു. ഐസ്ക്രീം അപ്പോ എനിക്കറിയാം. അയ്യോ ലാഗിന് റിവെഞ്ച് കിട്ടിയല്ലോ. പാവട്ടോ. ആ ഇനി 2 റൗണ്ട് കൂടി ഉള്ളു. പിടിക്കണം. നീ കഴിച്ചോടാ. എനിക്ക് വേണ്ട. എന്റെ വരം കഴിച്ചോ. എടാ കഴിച്ചോടെ എന്നാ. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു റൗണ്ട് കൂടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. 3 റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഇനി 2 റൗണ്ട് ജാക്ക് പോട്ടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. മാത്രം ഒന്നും കിട്ടിയിട്ടല്ലേ?
അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എടാ ഞാൻ പുതുതായിട്ട് വന്നവനൊക്കെ പിടിച്ച് ഊക്കുന്നു. Guys, ജൂനിയേഴ്സ് സീനിയേഴ്സിനെ റാഗ് ചെയ്യും. ഈ ഒരു വർഷം തുടങ്ങിയിട്ട് എനിക്കൊരു ഭാഗ്യമില്ല. കഴിഞ്ഞ വർഷം നല്ല ഭാഗ്യമായിരുന്നു. അയ്യോ എനിക്കറിയാൻ സത്യം കേട്ടാ എന്താ ഞാനിത് ചോദിക്കണം, എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണാടി വെച്ച് എഴുന്നേക്കുന്നതെന്ന്. അല്ല അതിനെ കണ്ണാടി വെച്ചിരുന്നില്ലേ? അല്ല അപ്പൊ നിന്നെ സ്ട്രേറ്റ് കാണത്തില്ലേ? ഓ കണി ഓ കണിയുടെ പ്രശ്നം നീയല്ലേ അടുത്തത് കണിയുടെ പ്രശ്നം മനസ്സിലായി. രണ്ട് സബ്ജക്റ്റുകൾ കൊടുത്തില്ല ഉണ്ടാവും. അത് ഒരെണ്ണം അതല്ല, ഇത് ക്രിക്കറ്റ് കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് തരണം കേട്ടോ. വക്ര ജയിക്കണമെങ്കിൽ അവന് കൊടുക്കാൻ. എന്താണ് പെപ്സി? ഇത് ചാനൽ ജയിച്ചു. ഇല്ലടാ എനിക്ക് ഓർമ്മയില്ല. പെപ്സി ചാനലിൽ അത്ര പെപ്സി കുടിച്ചവിടെ ആരുമില്ല. ഞാൻ കുടിച്ചിട്ടേ ഉള്ളൂ. ലോകം നോക്കാൻ പറഞ്ഞല്ലേ, കുപ്പി നോക്കിയില്ല അങ്ങനെ കളർ കാണുമ്പോ എടുത്ത് കമത്തുക. ഇത് എങ്ങനെയായിരുന്നു? ഇത് സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് ഡൗട്ട്. ഏതാ ചാർലി, സ്മോളോ ക്യാപിറ്റലാ? റണ്ണിങ്ങോ? ആ എന്റേത് കഴിഞ്ഞു ഗൈസ്, എന്റേത് കഴിഞ്ഞു. എല്ലാവരും കലാകാരന്മാരാണല്ലോ. ഇന്ന് എത്ര സമയമാക്കിയിട്ടുണ്ട്? 1 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് എൻ്റെ വരണയാണ്. പക്ഷേ എൻ്റെ അത് ഫസ്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് നന്നായി ഉറപ്പുണ്ട്. കാരണം എനിക്ക് ലോകം ഓർമ്മയില്ല ഗൈസ്. പക്ഷേ ഞാൻ ഓർത്തെടുത്ത് കുറച്ച് ഓർമ്മയിലുള്ളതാണ് ഞാൻ വരച്ചത്. കഴിഞ്ഞ നിന്റെ കഴിഞ്ഞാ ബ്രോ ഗൈസ്? അപ്പൊ എന്റെയും ബക്രയുടെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ തീരെ ഒന്നെങ്ങാനും മറിച്ചോക്ക് ബ്രോ. പെപ്സി ഉണ്ടാക്കുവാണോ അതോ പെപ്സിയുടെ ലോകം വരക്കുവാണോ ബ്രോ? ബ്രോ ക്രിയേറ്റിവിറ്റി കം ഓൺ ഫേസ്. ആ പെണ്ണാണ് സോപ്പാ, പെപ്സിയുടെ സോപ്പാ. നിന്റെ നോക്കിട്ട് ഇത് പഴയ ലോകം വന്നിട്ടില്ലേ? ഇത് പുതിയതാണ്. പക്ഷെ ഡിസൈനൊക്കെ കുറവാണ്. ഇച്ചിരി കലാബിരുദം കുറവായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഒറിജിനൽ ലോകം കാണിക്കും, നമ്മളൊന്ന് കാണട്ടെ. അയ്യോ ഞാനും കറക്റ്റൊക്കെ അവിടെ ഈ സ്മോൾ ലെറ്റർ പെട്ടു. അപ്പൊ പിന്നെ നോക്കാനില്ല, ചാർലി BCB തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ ചാർലി BCB അല്ല അടിപൊളി. നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചാർലി ബിസിക്കായിട്ട് ഷുഗർ ഡയറ്റ് കോള മേടിച്ചേ. ഗുഡ് ജോബ്. ഷുഗർ ഡയറ്റ്. That's good bro. ഞാൻ പറഞ്ഞതേ ഇവര് നേരത്തെ ഒത്തുകളിയാ. ഇയാളെ ഒത്തുകളിയാ. നമുക്ക് കഴിവിന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ഈ സ്മോൾ ലെറ്റർ എഴുതി നോക്കും. ഒരൊറ്റ കീറിലുണ്ടല്ലോ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൈസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ആങ്കറിന് ഇഞ്ചുറി ആക്കി ബ്രോ. പെപ്സി കുപ്പിയാണ് സമ്മതിച്ചു. പൊട്ടിച്ചു. എനിക്കിതൊന്ന് കാണാൻ വയ്യ. എന്നാ എനിക്ക് ഇച്ചിരി എനിക്ക് കൂടി പ്രൈസ് വേറെ ആരും കൊടുക്കാൻ പാടില്ല, ഒറ്റ കുടിക്കാൻ പാടില്ല. ഓക്കെ, അതെ, പ്രൈസ് നോ ഷെയറിങ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വിഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ 4 റൗണ്ട് കഴിഞ്ഞു, ഒരു റൗണ്ട് പോലും എഡ്വിൻ BCB ജയിച്ചില്ല. ഞാൻ കാരണം ഒരാൾ ജയിച്ചു. ആരാ? അതൊക്കെ ഉണ്ട്. അതങ്ങനെ നീ വിട്ടുകൊടുത്താണോ പെപ്സി? ശരിക്കും അറിഞ്ഞിട്ട് വിട്ടുകൊടുത്താ? എന്നിട്ട് ചന്ദ്രൻ നെഞ്ചപ്പൊട്ട് ബ്രോ ഒരു റൗണ്ടെങ്കിലും ജയിക്കണം. ഇത് എന്റെ ആഗ്രഹമല്ല, പ്രേക്ഷകരുടെ ആഗ്രഹം. സിംഗക്കുട്ടി സിംഗിൾ അതാ വരും. പക്ഷെ പന്നി എപ്പോഴും കൂട്ടമാ വരും സിംഗിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. നീ എടുത്തോ, നിനക്കാണ് ഭാഗ്യം, നീ എടുത്തോ. എന്നാ ഞാൻ അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തുറക്കാം. ജയിക്കൂലേ? ഞാൻ വിട്ടുതരും. എന്താ ലേസോ? ആസങ്ങൾ പേസങ്ങൾ എടാ ലേസ് ലാസ്റ്റ് അപ്പോൾ തിന്നെന്ന് ഓർമ്മയില്ല. പിന്നെയാണ് ലേസിന്റെ ലോഗോ. ലേസ് എങ്ങനെ ശരിക്കും ഇരിക്കുന്നേ? പേര് നീ നിന്റെ പേരെങ്കിലും എഴുതി വെക്ക്. അത് എഴുതിയിട്ടില്ല. കിട്ടി ബ്രോ. എന്നാ ഈ ഫോണൊക്കെ മാറ്റിച്ചാ ഞാൻ കൊടുക്കണോ? ചാൻസ് കഴിഞ്ഞിട്ട് കൊടുത്താ അതെ. ഞാൻ അത്യാവശ്യം കോൾ വന്നപ്പോ എടുക്കാൻ വേണ്ടിയായിരുന്നു. കിട്ടി.
നമുക്ക് എന്തായാലും വരച്ചത് ലോഗോ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രൂവിന് കാണിച്ചു കൊടുക്കുക. ക്രൂ തീരുമാനിക്കും ആരുടെയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ക്രൂവിന് കാണിച്ചു കൊടുക്കുക. ഗൈസ് ഓക്കെ നമ്മള് വരുന്നത്. ഓക്കെ 3, 2, 1. അയ്യോ അങ്ങനെ ആയിരുന്നില്ലേ? ഇതാ പ്രശ്നം. ക്യാപിറ്റൽ എഴുതാൻ നോക്കിയാൽ ക്യാപിറ്റൽ വരില്ല, സ്മാർട്ട് എഴുതാൻ നോക്കിയാൽ സ്മാർട്ട് വരില്ല. ബ്രോ അതിലെന്തൊക്കെ തെറ്റുകൾ തിരുത്തുകൾ വന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നോക്കട്ടെ ബ്രോ ബ്രോ കാണിക്കാ നോക്കട്ടെ. ഇല്ല ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ വന്നത് നോക്കട്ടെ. ആ അല്ല ഉള്ളതില് ഏറ്റവും കറക്റ്റ് മറ്റേ ഇതില്ല ഇവിടെ അടിയിൽ ബ്രോന്റെ സ്പെല്ലിംഗ് ഗൈസ് ഇവിടെ ഒരു അക്ഷരം ഉണ്ടായിരുന്നു, അത് മാറ്റി വരച്ചതാണ്. സോറി മായച്ചതാണ്. ഓക്കെ പോട്ടറാ സാരില്ല പോട്ടെ നീ കൂളാവ്. ഓക്കെ എന്തായാലും ഒന്നും പറയാല്ല ഗൈസ്. ഓക്കെ വീണ്ടും ചാർലി എന്നെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വരക്കാൻ അറിയുന്നത് ഈ ചാർലിക്കാണ് കേട്ടോ. സത്യം ഇനി അടുത്ത ഡ്രോയിങ്ങിൽ ചാർലിയിൽ കൂട്ടരുത്. പ്രൈസ് നമ്മുടെ പ്രൈസ് നമ്മുടെ ചേക്ക് വിട്ട് പോകരുത്. പ്രൈസ് വാങ്ങാം ഗൈസ്. അപ്പോ പ്രൈസ് എത്തിയിട്ടുണ്ട്. ഓക്കെ എഴുതിയിരിക്കുന്നുണ്ട് ടോട്ടൽ ഫാർട്ട് നമ്പർ 3. നമ്പർ 3 ആവുന്നതായും ഗൈസ്. അപ്പൊ എന്തായാലും ഇവന്റെ വിഷമം മാനിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഇതിൽ ഒരു സാധനം കൂടി ഇടാൻ ഞാൻ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് എന്താ ടോപ്പിക് ലോകം എന്താണെന്ന് എനിക്ക് അറിയാം. അതൊന്ന് പറഞ്ഞു തരുമോ? ടോപ്പിക് എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയിട്ടാണ് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ക്രൂവിന് മെയിൽ അക്സെപ്റ്റ് ചെയ്തവര്. അപ്പൊ ഒരു ടോപ്പിക് കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രോക്ക് വേണ്ടിയിട്ടാണ്. ബ്രോ ഇതിൽ ജയിച്ചില്ലെങ്കിൽ ബ്രോ ലോക തോൽവിയായിട്ട് അംഗീകരിക്കും. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഒരു ഡ്രോ ദ ലോഗോ ചാലഞ്ചിലെ ലാസ്റ്റ് റൗണ്ട് ആണ്. നിങ്ങൾ തുറക്കുക എന്നാൽ എനിക്ക് എന്തെങ്കിലും നടക്കും. അതും കിട്ടില്ല തുറന്നു നോക്കാം. എന്തോ ലോട്ടറി കിട്ടില്ല. ഞാൻ അതെ. അയ്യോ വേഗം വരയ്ക്ക്. അയ്യോ ചിക്കിങ്ങാ 17 ഇത് ചാർലി കൊണ്ടുപോയി കഴിഞ്ഞ ചിക്കിങ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ കോഴീനെ കുറിച്ചില്ല. ഗൈസ് എനിക്ക് ഇത്ര അറിയുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. ആക്ച്വലി അതിൽ കുറേ സാധനങ്ങളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് അങ്ങ് കിട്ടുന്നില്ല, ഓർമ്മയിൽ അങ്ങ് വരുന്നില്ല സത്യം പറയാൻ. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഈ റൗണ്ട് നമ്മുടെ ചാർലി എന്നെ കൊണ്ടുവന്നാണ്. ബോക്സ് വർക്കുണ്ടല്ലോ. ഇനി ഇങ്ങനെ വേറെ കാര്യം പറട്ടെ, ഇതിന് പ്രൈസ് ഇല്ല. സത്യമായിട്ടും അങ്ങനെ ആയാൽ മതി, കാരണം എൻ്റെ പറ്റാ ഞാനല്ലല്ലോ സെറ്റ് ആക്കുന്നത്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിലെ ലാസ്റ്റത്തെ റൗണ്ട് ആണ്, അതും ചിക്കിങ് ആണ് ഗൈസ്. ഓക്കെ ചിക്കിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.5 ഐറ്റം ആയിരിക്കും അറിയാലോ ഗൈസ്. അപ്പോൾ 3, 2, 1 നമുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാം നമ്മുടെ ക്രൂവിന്. ഓക്കെ 3, 2, 1 ഇറ്റ്സ് മൈ ചോയ്സ് ഉണ്ടല്ലേ. എന്താണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. അതെന്തിന്റെ KFCന്റെ മാറിപ്പോയതാണ്, കന്നി മാറിപ്പോയി. ഓക്കെ ഗൈസ് ഓക്കെ അപ്പൊ ചിക്കിങ്ങിന്റെ പാക്കേജ് നമുക്ക് കിട്ടുന്നതാ. ഇതാട്ടെ ചിക്കിങ് കണ്ടോ ബ്രോ, വ്യത്യാസമുണ്ട്. എന്തൊക്കെയാ ബർഗർന്ന് വിഷമമുണ്ടോടാ? നിനക്കുള്ള പോലെ തന്നെ അവനുള്ളത് കേട്ടോ. ഒരു റൗണ്ട് പോലും ജയിച്ചില്ലല്ലോ. നമ്മളെ കന്നിക്ക് വേണ്ടിയില്ല ഒരു റൗണ്ട് ജയിച്ചില്ല. അയ്യോ ഇതൊക്കെ എടുത്ത് മാറ്റിക്കും. ചിലപ്പോ ഇവിടുത്തെ ഇങ്ങനെ ഊട്ട വീഴും, മാറ്റി ഇതൊക്കെ എടുത്ത്. ബ്രോ ഇത് വരയ്ക്കുന്ന എല്ലാവർക്കും ഒരു കല കിട്ടൂലല്ലോ. ഈ സംഭവം എന്താണെന്നറിയോ, കൊച്ചിലെന്ന് പറയുമ്പോ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഞാനിങ്ങനെ വിജയിനെ വരച്ചോണ്ടിരിക്കാം. വിജയിനെ വരച്ചിട്ട് പറയണേ വിജയ്. അപ്പൊ അതെ ഞാൻ വിജയനെ വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പറയുക, ഒറ്റ അടി ഉണ്ട് ഈ പരിപാടി അന്ന് നിർത്തിയത് ഈ സംഭവം. അപ്പൻ
ആ പരിപാടി അവിടെ കൊണ്ട് നിർത്തി. അല്ലാതെ ഞാനിപ്പോ എവിടെ എത്തട്ടാ? അതാ പേര് അല്ലെങ്കിൽ ഇപ്പൊ എവിടെ ഉള്ളത്? അതെന്താ ആ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വിജയൻ ആ വിജയന്റെ പേര് പറഞ്ഞു. അതെ വിജയ് എങ്ങനെയാണോ വരച്ച് കൊളാക്കി വെച്ചെങ്കിൽ നിർത്തിക്കാന്ന് പറഞ്ഞു. മനസ്സിലായോ? 6 റൗണ്ട് കഴിച്ചു. ഓക്കെ 6 റൗണ്ട് ഇവന് വേണ്ടി ഞാൻ 1 റൗണ്ട് എക്സ്ട്രാ ഞാൻ ക്രൂഡ് എന്ന് പറഞ്ഞ് സെറ്റ് ആക്കി. എന്നിട്ട് അതും കൊണ്ടേ തൊലച്ച്. ബ്രോ ഇനി എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പരമാവധി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കീഴിലെ ചാനൽ വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ